ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇത് പ്രമാണിച്ച് അനിഭാഷകളിൽ നിന്ന് രണ്ട് വലിയ സിനിമകളാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിലൊന്ന് ചിയാൻ വിക്രം നായകനെത്തിയ വീരധീര സൂര്യനാണെങ്കിൽ മറ്റൊന്ന് സൽമാൻ ഖാന്റെ സിക്കന്ദറാണ്. ഈ രണ്ട് സിനിമകളുടെയും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. വീരധീര സൂര്യൻ കൃത്യം 3 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അത് പ്രകാരം വിക്രം സിനിമയ്ക്ക് ഇന്നലെ വരെ 3 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ മാത്രം 12 കോടി ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് 17 കോടി പിന്നിട്ടു എന്നാണ് അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. സിനിമയ്ക്ക് വലിയ മോശമല്ലാത്ത തുടക്കം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് ഇന്ന് മികച്ചൊരു കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ വിക്രം സിനിമയുടെ തമിഴ് സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ഇത് റിലീസായിട്ട് ഇന്ന് മാർച്ച് 30 തിയേറ്ററുകളിലേക്ക് എത്തിയ സൽമാൻ ഖാന്റെ പുതിയ ബോളിവുഡ് ചിത്രമാണ് സിക്കന്ദർ. സൽമാൻ ഖാനെ നായകനാക്കി AR മുരുകാദോസ് സംവിധാനം ചെയ്ത രശ്മിക മന്ദാന, സത്യരാജ് തുടങ്ങിയവരൊക്കെ അഭിനയിച്ച ഈ ബോളിവുഡ് മാസ് മസാല ആക്ഷൻ എന്റർടൈനർ ഫാമിലി സിനിമയ്ക്ക് ഇപ്പോഴത്തെ ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ പ്രകാരം നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ പതിവ് ഇത്തരം ബോളിവുഡിലെ മാസ് മസാല എന്റർടൈനർ സിനിമകൾ ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാവുന്ന സിനിമ കൂടിയാണ് സിക്കന്ദർ എന്നൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. നിലവിൽ പ്രീ റിലീസ് ഹൈപ്പിൽ വലിയ ഹൈപ്പും അതോടൊപ്പം തന്നെ വലിയ പ്രീ സെയിൽ ഒന്നും തന്നെ നേടിയെടുക്കാനാവാതെ പോയ സിനിമ കൂടിയാണ് ഈ ഹിന്ദി സിനിമ കൂടിയ സിക്കന്ദർ. എന്തായാലും സിനിമയുടെ അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ സിനിമയുടെ ഒരു നിരാശാജനകമായ വാർത്ത എന്തെന്നാൽ സിനിമയുടെ റിലീസിന് മുന്നേ ഇന്നലെ രാത്രിയോട് സിനിമയുടെ HD പതിപ്പ് ഓൺലൈനിൽ ലീക്കാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അത് ഈ ഹിന്ദി സിനിമയുടെ കളക്ഷനെ ബാധിക്കുമോ എന്ന് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം. കാത്തിരിക്കൂ. സൽമാൻ ഖാൻ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.